എല്ലാവർക്കും പുതിയൊരു റെസിപ്പി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യലാണ് ട്രൈ കളർ മാർബിൾ കേക്ക്. നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ 1.25 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് കൂടെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇടഞ്ഞെടുക്കുക. അരിപ്പയിലൂടെ ഒരു 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് ഇതേപോലെ അരിച്ചെടുത്താൽ മതി. ഈ നന്നായിട്ട് അരിച്ചെടുത്ത ഈ ഒരു മാവ് ഹാൻഡ് വിസ്ക് കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ ഒന്നും കൂടെ ഒന്ന് മിക്സിന് ശേഷം നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 3 മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. ബൗള് ഒട്ടും വെള്ളം പാടില്ലേ, നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയ ബൗളായിരിക്കണം. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അത്യാവശ്യം ഒന്ന് പതഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാര പൊടിക്കാത്തയാണ് ചേർത്തിട്ടുള്ളത്. പൊടിച്ചിട്ടിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സിന് ശേഷം അതിനകത്തേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1/4 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. അപ്പോൾ ഇത് നല്ല ക്രീം പോലെ നല്ല വൈറ്റ് കളറായിട്ട് വരുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്തിരിക്കണം കേട്ടോ. നന്നായിട്ട് പതഞ്ഞിട്ടുണ്ടെങ്കിൽ കേക്ക് നല്ല സോഫ്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ ഇതാണ് പാകം. അതിനുശേഷം നമ്മളിതിനകത്തേക്ക് ബട്ടറും ഓയിലും കൂടെ മിക്സ് ചെയ്തതാണ് 1/4 കപ്പ്. അപ്പോൾ അതിൽ ബട്ടർ മാത്രം എടുക്കാം, ഓയിൽ മാത്രം ചേർക്കാം. ഞാൻ രണ്ടും കൂടെ പകുതി എടുത്തിട്ടുണ്ട്, 1/4 കപ്പ്. ഇനി അതും കൂടെ ചേർത്ത് ലോ സ്പീഡിലിട്ട് ജസ്റ്റ് ഒരു മിക്സിങ് മാത്രമേ പാടുള്ളൂ. അതിനുശേഷം അതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാവ് ഉണ്ടല്ലോ മിക്സ് ചെയ്തിട്ടുള്ളത്, അത് ഓരോ സ്പൂൺ വീതം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പൊടി ഇടുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചിടണ്ട, 1-2 സ്പൂൺ വീതം ഇട്ടിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. പൊടിയെല്ലാം ഇട്ടതിന് ശേഷം നമ്മുടെ മാവ് ഒന്ന് ടൈറ്റായി വരുമ്പോൾ മാത്രം പാലൊഴിച്ച് കൊടുത്താൽ മതി. ഞാനൊരു 1/4 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കണ്ട, കുറേശ്ശെ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് നോക്കുക. പാകത്തിന് ചേർത്ത് മിക്സ് ചെയ്തിട്ട് ആ ഒരു റിബൺ കൺസിസ്റ്റൻസി ഉണ്ടല്ലോ നമ്മുടെ കേക്കിൻ്റെ, ആ ഒരു പാകത്തിന് കേക്കിലേക്ക് മാവും അതുപോലെ തന്നെ പാലും ഒഴിച്ച് ലാസ്റ്റ് ആ ഒരു പാകത്തിലേക്ക് എടുക്കുക. അപ്പോൾ ഇതാണ് ഈ ഒരു മാവിൻ്റെ പാകം എന്ന് പറയുന്നത്. അപ്പം ഞാനിത് 2 ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ടോട്ടൽ 3 കളറാണല്ലോ. അപ്പോൾ 2 എണ്ണത്തിൽ ഒന്ന് ഓറഞ്ചും ഒന്ന് പച്ച പിന്നെ ഒരു വൈറ്റ് കളറും. അപ്പോൾ ഒന്നിലേക്ക് ഓറഞ്ച് ജെൽ കളറാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അടുത്തതിൽ ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത്. ഒരു 3 ഡ്രോപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കളറെല്ലാം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈക്വൽ ക്വാണ്ടിറ്റി എടുക്കണം കേട്ടോ, അതെല്ലാം 3 കളറും. ഇതൊരു കേക്ക് ട്രേ ആണ്. ഞാൻ അതിലേക്ക് ഓയിലെല്ലാം അപ്ലൈ ചെയ്തിട്ട് ഒരു ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഓറഞ്ച് കളറാണ് ചേർക്കുന്നത്. നമ്മൾ ഇതേപോലെ ചെയ്യുമ്പം കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് വേണം കേട്ടോ. ഞാൻ 3 സ്പൂണാണ് ഈ ഒരു കളർ ചേർക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മീതയായിട്ട് തന്നെയാണ് വൈറ്റ് കളർ ചേർക്കുന്നത്, 3 സ്പൂൺ തന്നെയാണ്. പിന്നെ അതിന് മീതെ തന്നെ ഗ്രീൻ കളറും അതും 3 സ്പൂൺ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ ഇതേപോലെ തന്നെ ആവർത്തിച്ച് കൊടുക്കുക. ഓറഞ്ച് പിന്നെ വൈറ്റ് പിന്നെ ഗ്രീൻ. അത് ചെയ്യുമ്പോൾ പിന്നെ വീണ്ടും ഒന്നും കൂടെ ഒന്ന് നമ്മൾ ആ ഒരു കേക്ക് ട്രേ ഒന്ന് തട്ടി കൊടുക്കണം. ഇതേപോലെ എല്ലാം മാവ് തീരുന്നത് വരെ നമ്മൾ ഇതേപോലെ തന്നെ സ്പൂൺ കറക്റ്റ് അളവ് വെച്ചിട്ട് ഇതേപോലെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അത് ഫൈനൽ ലുക്ക് ഇതാണ്. പിന്നെ അതിന് നമ്മൾ മാർബിൾ കേക്ക് ആക്കുന്നത് ഇതേപോലെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. സാധാരണ മാർബിൾ കേക്കിൽ ചെയ്യുന്ന അതേപോലെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി 5 മിനിറ്റ് ചൂടായിട്ടുള്ള ഒരു പാത്രമാണ്, അതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 30 മിനിറ്റാണ് നമ്മളിതിനകത്ത് കുക്ക് ചെയ്യുന്നത്, ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോൾ 30 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുത്തി നോക്കുമ്പം ഇതിലൊന്നും പറ്റി പിടിച്ചിട്ട് വരുന്നൊന്നുമില്ല. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒരു തുണി ഇട്ട് കൊടുത്താൽ മതി. ഏതെങ്കിലും മൂടി വെച്ചൊന്നും മൂടി വെക്കണ്ട, അപ്പം ഇതിനകത്തേക്ക് ആവി വീഴാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതേ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേക്ക്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് സാധാ ഒരു സ്പഞ്ച് കേക്കിൻ്റെ ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ഇതിൽ നമ്മൾ വാനില എസൻസും പൈനാപ്പിളും ചേർക്കുന്നതിനെ കൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക ഒരു മണവും ടേസ്റ്റൊക്കെ ആയിരിക്കും ഉണ്ടാവുക.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ, അപ്പം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുമ്പം. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.